നമ്മുടെ മിത്തുകളുണ്ടല്ലോ, നമ്മുടെ ഐതിഹ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തുള്ള നമ്മുടെ ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐഡിയോളജിക്കലായിട്ട് മിത്തോളജിക്കലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ മിത്തോളജിക്കലായിട്ടുള്ള സംഭവങ്ങളെ നമുക്ക് ഈസിലി നമുക്ക് സിനിമയിലേക്ക് കൊണ്ടുവരാം. ഇപ്പം മാരീജനെ വളരെ രസമായിട്ട് മാരീസ് എന്നുള്ള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാധികാപ്തയുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, പേര് ഞാൻ മറന്നു, അഹല്യ. അത് വളരെ രസമായിട്ടാണ് ഒരു മിത്തിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ പല കാര്യങ്ങളെയും നമുക്ക് സിനിമയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയും അങ്ങനെ ഇപ്പോൾ ഒരു ദാരികവധം പോലത്തെ ഒരു സംഭവത്തെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ? അത് പടത്തിന്റെ ടൈറ്റിലുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ചർച്ച വന്നത്. അതായത് പിന്നെ കളങ്കാവൽ എന്ന് പറയുന്നത് ഈ പറയുന്ന പിന്നെ ദേവിയുടെ ദേവീക്ഷേത്രങ്ങളിൽ കാളിയൂട്ടും, അതിനകത്ത് ദാരികനും ഭദ്രകാളിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിച്വലാണ്. അത് നമുക്കിപ്പോൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ടൈറ്റിൽ ചൂസ് ചെയ്തത്. നമുക്കറിയാം ഇപ്പം ഇങ്ങനത്തെ ടൈറ്റിൽസും ഈ നേരത്തെ പറഞ്ഞ സിനിമകളുടെ ഉദാഹരണങ്ങളും വെച്ചിട്ട് ചിലപ്പം ഡയറക്ട്ലി ആ മിത്തുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ മിത്തുമായിട്ട് ഒരു ബന്ധമില്ലാതെ അതിൻ്റെ സിമിലി എടുത്തതാവാം, ചിലപ്പോൾ കൾച്ചറൽ ബാക്ക്ഡ്രോപ്പ് ആവാം. അങ്ങനെ പല പല കാരണങ്ങൾ അതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കാം. നമ്മൾ എന്തുകൊണ്ട് ആ ടൈറ്റിൽ ചൂസ് ചെയ്തു എന്നുള്ളതിന്. അതിപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ എക്സാക്ട് ആൻസർ സിനിമയെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഈ ഫീമെയിൽ പെർഫോമേഴ്സിനെ പറ്റിയിട്ടൊന്നും അധികം പറഞ്ഞിട്ടില്ല, റിവീൽ ചെയ്തിട്ടില്ല. ഇല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രകാരം മമ്മൂക്കയുമായിട്ട് ഇതുവരെ പെയറപ്പ് ആവാത്ത കുറേ ആളുകൾ അവരെ റോപ്പൻ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാധ്യത ഉണ്ട്. ആ സാധ്യത ഈ പറഞ്ഞ പോലെ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന മൾട്ടി ലെയർഡ് ആയിട്ടുള്ള അധികം എഴുതപ്പെടാത്ത കൈൻഡ് ഓഫ് വുമൺ ക്യാരക്ടേഴ്സ് ഉള്ള കാരണം കൊണ്ടാണോ? അതെ. അങ്ങനത്തെ കുറച്ച് കഥാപാത്രങ്ങൾ ഇതിനകത്ത് വന്ന് പോകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലിങ് നമ്മൾ പതുക്കെ റിവീൽ ചെയ്യത്തുള്ളൂ, എന്തൊക്കെയാണ് ആരൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ട്, വേറെ പല ഡയമെൻഷൻസിലുള്ള ഉണ്ട്. അത് പതുക്കെ പുറത്തു വരുന്നതാണ് അതിൻ്റെ ഡീറ്റെയിലിങ്. ഇപ്പോൾ ഇതിൽ കുറച്ച് റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസ് ഇൻസ്പയർഡ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ കളങ്കാവൽ പോലുള്ള അതെ ആണ്. അതിൻ്റെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് സിനിമാറ്റിക് ലിബേർട്ടി എഴുതി ചേർത്തതും കുറേ ഉണ്ടോ? ഉണ്ട് ഒബ്വിയസ്ലി ഉണ്ട്. ഇപ്പം ഇങ്ങനെ പിന്നെ എൻ്റെ കോറൈറ്റർ ജിഷ്ണുവാണ് ഇങ്ങനെ ഒരു ഐഡിയ പറയുന്നതും ഇങ്ങനെ ഒരു കൺസെപ്റ്റിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അന്നേരം എനിക്ക് അതിനകത്ത് സിനിമാറ്റിക്കലി ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയ സബ്ജക്റ്റ് അല്ല ഇത്. അപ്പം അത് അങ്ങനെ നമ്മൾ പറയുന്ന സംഭവം സൈനഡ് മോഹന്റെ സംഭവമാണ്. അല്ല, ഒന്നിൽ കൂടുതൽ സംഭവങ്ങളുണ്ട്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം പിന്നെ പർട്ടിക്കുലർ ഇൻസിഡന്റിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, അവന് ഒരു ഇൻസിഡന്റിനെ പറ്റി പറഞ്ഞു. അപ്പം അതിനകത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കര സിനിമാറ്റിക്കലി ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയിട്ടിരുന്നില്ല. അല്ല, അതിനകത്ത് ഒരു സിനിമയുണ്ട്, നമുക്കങ്ങനെ നമുക്ക് എപ്പോഴും ഒരു കിക്ക് കിട്ടുമ്പോഴാണല്ലോ അതിനകത്തോട്ട് ഇറങ്ങി നമ്മൾ ഒരുപാട് റിയൽ ഇൻസിഡൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ പറയുമ്പോൾ പലരും അത് നല്ല സിനിമ, ഇതിനകത്ത് സിനിമയാണെന്ന് എല്ലാവരും പറയുകയും ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ ആസ് എ ഫിലിം മേക്കർ നമുക്കത് ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടാവണമല്ലോ. ബേസിക്കലി അതാണല്ലോ ആദ്യം വേണ്ടത്. എന്നിട്ട് പിന്നെ ആ ഒരു യാത്രയാണല്ലോ ഇത്. അപ്പം എനിക്കൊന്ന് വേറൊരു ഫ്രണ്ടുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആണ് അവൻ വേറൊരു സജഷൻ ഇങ്ങനെ കിട്ടുന്നത്. അപ്പം ആ സജഷൻ കിട്ടിയപ്പോൾ അതും വർക്കബിൾ അല്ലായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ ഒരു ട്രാവലിലാണ് ആ സജഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില പോസിബിലിറ്റീസ് സിനിമാറ്റിക്കലി ഉണ്ടെന്നൊരു തോന്നൽ വരുന്ന മൊമെന്റിലാണ് ഇത് സിനിമയായിട്ട് ചെയ്യാൻ എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടാം. അതായത് വേറൊന്നുമല്ല, ഒരു നടന്നൊരു സംഭവം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു മിത്ത് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് ഒരു പുതിയൊരു ആംഗിളോ പുതിയൊരു നെഗറ്റീവ് സാധനമോ എന്തെങ്കിലും ഒരു ഫിക്ഷണൽ എലമെന്റ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ആംഗിളിലൂടെ അത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്കൊരു തോന്നൽ വരുമ്പോഴാണ് അത് സിനിമയാകാനുള്ളൊരു ത്വര ഉണ്ടാകുന്നത്. അതാണ് അതിന്റെ ബേസിക് സംഗതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഇപ്പോൾ ചില പോലീസ് ക്യാരക്ടേഴ്സിനൊക്കെ ചില ട്രെയ്റ്റ്സ് ഉണ്ടാവുമല്ലോ, ക്യാരക്ടർ ട്രെയ്റ്റ്സ്. ഉദാഹരണത്തിന് ഇപ്പോൾ വേട്ടയാട് വിളയാടൽ ഈ രാഘവൻ ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. എവിടെയെങ്കിലും ഡെഡ് ബോഡീസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് സെൻസ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ട്. അല്ലെങ്കിൽ ഷെർലക് ഹോംസിന് അസാമാന്യമായിട്ടുള്ള ഒബ്സർവേഷൻ സ്കിൽസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇൻ പെർട്ടിക്കുലർ ഒരു സ്കില്ലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വിനായകൻ്റെ ക്യാരക്ടർ ഉണ്ടോ? വിനായകൻ ചേട്ടൻ്റെ ക്യാരക്ടർ അത് ബേസിക്കലി പോലീസാണോ അല്ലയോ എന്നൊന്നും നമ്മൾ ഇത് ചെയ്തിട്ടില്ല. അതൊരു ക്യാരക്ടറാണത്. ആ ക്യാരക്ടറിന് ചില ട്രൈറ്റ്സും ചില സവിശേഷതകളും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതെന്താണെന്നുള്ളത് സിനിമ സംസാരിക്കുന്നത് ഉണ്ട്. ചില പ്രത്യേകതകളുള്ള ഒരു ക്യാരക്ടറാണ് അത്. അതിന് ഒരു പരിധി വരെ പിന്നെ നമുക്ക്
പരിചയമുള്ള റിയൽ ലൈഫ് ചില ഈ നമ്മളിപ്പം കുറേ ഇൻസിഡൻസിൽ നിന്നാണ് ഇൻസ്പയർഡ് എന്ന് പറഞ്ഞു, ഇതൊന്നും ബന്ധമില്ലാത്ത വേറെ ചില കഥാപാത്രങ്ങളുണ്ടായിരിക്കുമല്ലോ നമുക്ക് നേരിട്ട് പരിചയം പലരും അങ്ങനെയുള്ള ചില ട്രൈറ്റ്സ് അങ്ങനെ എടുത്തിട്ടുമുണ്ട് ചില കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ. അതിപ്പോൾ എല്ലാവർക്കും പബ്ലിക് എല്ലാവർക്കും അറിയാവുന്നതല്ല, നമുക്ക് പേഴ്സണലിയും മറ്റും അറിയാവുന്ന പ്രാദേശികമായിട്ടുള്ള പരിചയത്തിലോ സംസാരങ്ങളിലോ ഒക്കെ വരുന്ന ചില കഥാപാത്രങ്ങൾ കാണുമല്ലോ, അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വയലൻസിന് എത്രമാത്രം ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട് സിനിമയുടെ അകത്ത്? അത് ക്രൈം ഡ്രാമയാണ്. പിന്നെ ഇതിനകത്ത് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ പറയാനായിട്ട് ഒരു അത് ഞാനതിൻ്റെ ഒരു എക്സ്ട്രീമിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്, അതിൻ്റെ ഒരു ലെവൽ എങ്ങനെയായിരിക്കും? അതങ്ങനെ ഇപ്പം നമുക്കിപ്പം വന്നിട്ടുള്ള അടുത്തുള്ള സിനിമകൾ പോലെ അങ്ങനത്തെ ഭയങ്കരമായിട്ട് വയലൻസ് പരിപാടികളുള്ള അങ്ങനെയല്ല. പക്ഷേ ഇതിപ്പോൾ ക്രൈം ഡ്രാമയാണ്. ക്രൈം ഡ്രാമ ആകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില സംഗതികളുണ്ടല്ലോ, അങ്ങനെയുള്ള ചില സംഗതികൾ വരാം എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഒരു ക്രൈം ഡ്രാമ എന്നുള്ള രീതിയിൽ ഏറ്റവും അധികം എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു റൈറ്റർ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഏരിയ എന്താണ്? ഇപ്പോൾ ഒരു ക്രൈമിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യുന്നൊരു ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണം, ഇതിന് രണ്ടിലെ ഈ 2 പോയിന്റുകളാണല്ലോ സാധാരണ ഏറ്റവും അധികം ഈ ഉദ്യോഗം ജനിപ്പിക്കുന്ന മൊമെന്റുകൾ. ഇതിലേതാ ഏറ്റവും എക്സൈറ്റിംഗ്? എനിക്ക് തോന്നുന്നു ഈ ഒരു ക്രൈമിന്റെ ഒരു എക്സിക്യൂഷൻ നടന്നു കഴിയുമ്പോഴത്തേനും അത് സേഫ് ആയിട്ടിരിക്കാനുള്ള പിന്നെ കവറപ്പുകളോ അതിൽ നിന്നുള്ള എസ്കേപ്പ് ആവാനുള്ള യാത്രകളോ ഇങ്ങനെയൊക്കെ ഒരു പോർഷൻ ഉണ്ട്. ഇനി ക്രൈം അറിഞ്ഞ് അതിലോട്ട് ഒരു അന്വേഷണം പരിപാടികളും നടക്കാം, ഇതിന് വിക്ടിംസ് ആയവരുണ്ടാവാം, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ആ ഒരു ടോട്ടൽ ഇൻസിഡൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടുന്ന് തുടങ്ങുന്നു, എവിടുന്ന് നമുക്കത് തുടങ്ങാം, അത് നമുക്ക് എങ്ങനെ പുറകോട്ട് പോകണമെങ്കിൽ പുറകോട്ട് പോകണം, ഫ്രണ്ടിൽ പോകണം, ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു ലീനിയർ ആർക്കിനകത്ത് നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോഴാണല്ലോ കുറച്ചും കൂടെ ഒരു സിനിമാറ്റിക്കലി അത് എക്സൈറ്റിംഗ് ആകുന്ന രീതിയിലാണ് നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫോമിലോട്ട് ലാൻഡ് ചെയ്യുക, അത് ഡിസൈൻ ചെയ്യുക, അത് പിന്നെ റീഡിസൈൻ ചെയ്യുക, അങ്ങനെ ഒരു രസമുള്ള ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. എങ്ങനെ നമ്മൾ ഇത്രയും സിനിമകൾ കണ്ട് തഴമ്പിച്ച ഒരു പ്രേക്ഷകരുടെ മുമ്പിലോട്ടാണ് നമ്മളൊരു സിനിമയായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ നമുക്ക് പറ്റുമോ ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം. നമ്മളതിന് വേണ്ടിയിട്ട് നമ്മുടേതായ ഒരു ശ്രമം നടത്തുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സ് അതിൽ എന്തായാലും നടത്തിയേ പറ്റുള്ളൂ, ഈ ഒരു ജോണറിൽ പ്രത്യേകിച്ച്. അപ്പം ഈ 2 സാധനങ്ങളെക്കാൾ ഉപരി ഇതിനാണ് എനിക്കൊരു ഒരു നരേറ്റീവ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതിലും പിന്നെ ഈ പറയുന്ന ക്യാരക്ടറൈസേഷനും അതിൻ്റേതായ ട്രേഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. ഒബ്വിയസ്ലി അതിൻ്റെ ബേസ് ഇത് തന്നെയാണ്, ഈ പറയുന്ന 2 സംഗതികൾ തന്നെയാണ് ബേസ്. പക്ഷേ അതിനപ്പുറത്തോട്ട് ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഹൈ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സസ്പെൻസ് ക്രൈം ഡ്രാമകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ സിനിമയായിട്ട് ചെല്ലുന്നത് ഒരു ലോകത്തിലുള്ള പ്രേക്ഷകരുടെ അടുത്താണ്. കാരണം ലോക സിനിമ കാണുന്ന പ്രേക്ഷകരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സാധാരണ സിനിമ പ്രേക്ഷകർ പോലും ഇപ്പോൾ കൊറിയയിലുള്ള ഫോർഗോട്ടൻ കണ്ടിട്ടുണ്ടായിരിക്കും, ഓറിയോപോളയുടെ ഇന്നസെൻ്റ് എന്നുള്ള സീരീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും സിനിമാശീലങ്ങളുള്ളൊരു ക്രൗഡിൻ്റെ അടുത്തേക്കാണ് നമ്മൾ സിനിമയായിട്ട് ചെല്ലുന്നത്. അവരെ തൃപ്തിപ്പെടുത്തണം അല്ലെങ്കിൽ അവരെ എക്സൈറ്റ് ആക്കണം, ആ ഒരു റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഈ നമ്മൾ ബേസിക്കലി നമ്മൾ ഫിലിം മേക്കേഴ്സ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളും അത്യാവശ്യം പുതിയ കാലത്തെ പുതിയ തരം സിനിമകളും ലോകത്തെമ്പാടുമുള്ള സിനിമകളിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ വരുമ്പോൾ അത് നമ്മൾ തേടി പിടിച്ച് കാണാനുള്ള ശ്രമം നടത്താറുണ്ട്. അപ്പം നമുക്ക് ബേസിക്കലി നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സിനിമാറ്റിക് ലിറ്ററസി ഉണ്ടായിരിക്കും, രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ. അപ്പോൾ നമുക്ക് മറ്റു കാര്യത്തിൽ ഒരു പരിധിക്കപ്പുറം കോൺഷ്യസ് ആയതുകൊണ്ട് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ പ്രൈമറി ഒബ്ജക്റ്റീവ് എപ്പോഴും അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഒരു സിനിഫൈലും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണല്ലോ നമ്മളിപ്പോഴേ. അപ്പോൾ അതിനെ അതിൻ്റെ സെൻസിബിലിറ്റീസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു സിനിമാറ്റിക് വേഷം ചെയ്യാനാണ് പ്രൈമറി ആയിട്ട് ശ്രമിക്കുന്നത്. അത് അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന സിനിമ ആരാണോ കാണാൻ പോകുന്നത് അവരുടെ ഒരു ആംഗിളും കൂടെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ കൂടുതലും കോൺഷ്യസ് ആവുന്നത് സ്വയം ബോധ്യപ്പെടുക എന്നുള്ള കാര്യത്തിലാണെന്ന് തോന്നുന്നു.